ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. നമ്മൾ ഈ ഒരു സെഷനിൽ ക്രാക്ക് ഫോർമേഷൻ ആൻഡ് ആർസിസി മെമ്പേഴ്സിന്റെ തേർഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1ഉം പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ രണ്ട് പാർട്ടുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ബേസിക് ത്രെഡ് ഇതായിരുന്നു. എങ്ങനെയാണ് എവിടെയായാലും വേണ്ടിയില്ല ക്രാക്ക് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എങ്ങനെയാണോ അതിന് പെർപെൻഡിക്കുലർ ഒരു ക്രാക്ക് ഉണ്ടാവും. എങ്ങനെയാണോ ക്രാക്ക് ഉണ്ടാവുന്നത് അതിനെ അറസ്റ്റ് ചെയ്യാൻ ആ ക്രാക്കിന് 90 ഡിഗ്രിയിൽ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്രാക്കുകൾ അല്ലെങ്കിൽ നമുക്ക് തലവേദന ഉണ്ടാക്കുന്ന രണ്ട് സിറ്റുവേഷൻസ്, ലോഡിംഗ് കാരണം ഉണ്ടാവുന്ന രണ്ട് സിറ്റുവേഷൻസ് ഏതൊക്കെയായിരുന്നു? യെസ്, ലോഡിംഗ് കാരണം ഉണ്ടാകുന്ന രണ്ട് സിറ്റുവേഷൻസ്, ഒന്ന് ബെൻഡിങ് ആയിരുന്നു ഇഷ്യൂ, രണ്ടാമത്തെ ഇഷ്യൂ എന്തായിരുന്നു? ഷിയർ ആയിരുന്നു. ബെൻഡിങ് കാരണം ഉണ്ടാകുന്ന ക്രാക്കിനെ നമ്മൾ ഫ്ലെക്സുറൽ ക്രാക്സ് എന്ന് പറയും. കാരണം ബെൻഡിങ് എന്ന് പറയുന്ന ടേമിന്റെ വേറൊരു ഇംഗ്ലീഷ് ആണ് എന്ത്? ഫ്ലെക്സുർ എന്ന് പറയുന്നത്. ഷിയർ കാരണം ഉണ്ടാകുന്ന ക്രാക്കിന് നമ്മൾ ഷിയർ ക്രാക്ക് എന്ന് പറയും. വേറെ ഇപ്പൊ തൽക്കാലം പേരൊന്നും കൊടുക്കാനില്ല. ഫ്ലെക്സുറൽ ക്രാക്ക് ഉണ്ടാകുന്ന ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ 90 ഡിഗ്രി എന്നും യെസ്, ഷിയർ ക്രാക്ക് കാരണം ഉണ്ടാകുന്ന ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു ദ ഹൊറിസോണ്ടൽ 45 ഡിഗ്രി എന്നും പറഞ്ഞു കഴിഞ്ഞു. ഫ്ലെക്സുറൽ ക്രാക്കിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെന്റിനെ മെയിൻ ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റ് എന്നാണ് പറയാ. മെയിൻ ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റ് എന്നാണ് പറയാ, ഒരു ഡൗട്ടും ഇല്ല. ഷിയറിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഐഡിയലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിപ്പീറ്റ് ചെയ്യണേ, ഐഡിയലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻക്ലൈൻഡ് സിറപ്സ് എന്ന് പറയണം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി? വെറും സിറപ്പ് ഉദ്ദേശിക്കുന്ന ഏതാണ്? ഒബ്വിയസ്ലി അത് ഏതായിരിക്കും? വെറും സിറപ്പ് എന്ന് പറഞ്ഞാൽ സിറപ്പ് ഏതാണ്? വെർട്ടിക്കൽ സിറപ്പ് ആയിരിക്കും. ഇത്രയും പോയിന്റുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. വെർട്ടിക്കൽ സിറപ്സിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞു അല്ലെ? വെർട്ടിക്കൽ സിറപ്സിൽ ഒരു കാര്യം കൂടി പറഞ്ഞു, അതിന്റെ സ്പേസിങ് അറ്റ് ദ സപ്പോർട്ട് കുറവായിരിക്കും. മിഡ് സ്പാനിലേക്ക് വരുമ്പോൾ അവരുടെ സ്പേസിങ് കൂടി വരും. ഓക്കെ, കാരണം ഷിയർ ഫോഴ്സ് ഇസ് മാക്സിമം അറ്റ് ദ സപ്പോർട്ട് ആണ്. സോ ലെറ്റ് മീ ഡ്രോ ദാറ്റ് ഫിഗർ അഗെയിൻ. ഇവിടെ അതിനെ കണക്ട് ചെയ്യുന്ന വേറെ എന്തോ പോയിന്റ് പറയാൻ ഉദ്ദേശിക്കുകയാണ്. വേറെ എന്തോ ഒരു പോയിന്റ് നോക്കിയേ. ബീം അഗെയിൻ ഡ്രോ ചെയ്യാണ്. സെയിം പോയിന്റ് ആണ് പറയുന്നത്. അഗെയിൻ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ പറയുന്ന ഈ ലെക്ചേഴ്സ് കഴിയുമ്പോഴേക്ക് നിങ്ങൾ ഈ ഏരിയയിൽ നിങ്ങൾ എക്സ്പേർട്ട് ആവണം. അതുകൊണ്ട് വീണ്ടും വരയ്ക്കുക. നഷ്ടം എന്താണ്? ആർക്കാ നഷ്ടം? കൂടുതൽ വരയ്ക്കുന്ന സമയം കൊണ്ട് കൂടുതൽ വരയ്ക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ വരയ്ക്കുമ്പോൾ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നു, കൂടുതൽ നമുക്ക് കൺസെപ്റ്റ് നമ്മുടെ കയ്യിൽ നിൽക്കും, ഒരിക്കലും മറക്കൂല. ക്ലിയർ അല്ലേ? യെസ്, പറയൂ. ഈ ക്രാക്സിനെയാണ് എന്ത് പറയുന്നത്? വെയിറ്റ്. ദീസ് ക്രാക്സ് വിച്ച് ആർ ഫോമിങ് അറ്റ് ദ 90 ഡിഗ്രി, ഈ ക്രാക്സിനെ എന്ത് പറയുന്നു? ഈ ക്രാക്സിനെയാണ് എന്ത് പറയുന്നത്? ഫ്ലെക്സുറൽ ക്രാക്ക് എന്ന് പറയുന്നത്. പിന്നെ എന്ത് ക്രാക്ക് ഉണ്ടാവും? പിന്നെ അതാ സപ്പോർട്ടിൽ 90 ഡിഗ്രിയിൽ ഇങ്ങനെ ക്രാക്ക് ഉണ്ടാവും. ക്രാക്കോട് ക്രാക്കാണ്. ഓക്കെ അല്ലേ? ഈ ക്രാക്സിനെയാണ് നിങ്ങൾ എന്ത് പറയുന്നത്? ഷിയർ ക്രാക്ക് എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി എഴുതേണ്ട ആവശ്യമില്ലല്ലോ. യെസ്, വേണമെങ്കിൽ എഴുതാം. ദിസ് ഇസ് ടേംഡ് ആസ് ഷിയർ ക്രാക്സ്. ആൻഡ് ഈ ക്രാക്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലെക്സുറൽ ക്രാക്ക് എന്ന് പറയുന്നത്. ഫ്ലെക്സുറൽ ക്രാക്സ് എന്ന് പറയുന്നത്. നോക്കിയേ, ഷിയർ കാരണം ക്രാക്ക് ഉണ്ടാവും, ഫ്ലെക്സുറൽ കാരണം ക്രാക്ക് ഉണ്ടാവും. ഷിയറും ഫ്ലെക്സുറും കാരണം ക്രാക്ക് ഉണ്ടാവൂലേ? ഫ്ലെക്സുറൽ കാരണം ഒരു ക്രാക്ക് ഉണ്ടാവുന്നു, ഷിയർ കാരണം വേറൊരു ക്രാക്ക് ഉണ്ടാവുന്നു. അപ്പോ നമ്മുടെ മെമ്പറിൽ ഈ രണ്ട് റീസൺ കാരണവും ക്രാക്ക് ഉണ്ടാവൂലേ? അതായത് ഏകദേശം നടുക്കുള്ള ഇത്രയും പോർഷൻ ഉണ്ടല്ലോ, ഇത്രയും നടുക്ക്, ഇത്രയും മിഡ് സ്പാൻ ഏരിയയില് ഫ്ലെക്സുറൽ കാരണമാണ് ക്രാക്ക് ഉണ്ടാവുന്നത്. കാരണം എന്തായിരുന്നു? അറിയാലോ, പറയാൻ പറ്റുമോ? കാരണം പറയാൻ പറ്റുമോ? കാരണം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വാസ് ലൈക്ക് ദിസ്. ഇതായിരുന്നു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. മാക്സിമം ബെൻഡിങ് മൊമെന്റ് എവിടെയായിരുന്നു? സെന്ററിലായിരുന്നു. അതായത് ഏകദേശം ഈ ഒരു ഷെയ്ഡഡ് ഏരിയ കാണുന്നുണ്ടോ? അവിടെ അപാരമായ ബെൻഡിങ് ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഷിയർ ഫോഴ്സ് നോക്കുകയാണെങ്കിലോ, ഷിയർ ഫോഴ്സ് ആ ഒരു സെന്റർ റീജിയനിൽ 0 ആയിരുന്നു. നമ്മൾ വരച്ചിട്ടുണ്ടേ, നിങ്ങൾക്ക് അറിയാം. അതായത് ബെൻഡിങ് മൊമെന്റ് എവിടെയാണോ മാക്സിമം, അതായത് ഫ്ലെക്സുർ എവിടെയാണോ മാക്സിമം, അവിടെ ഫ്ലെക്സുറൽ ക്രാക്ക് ഉണ്ടാവും. ബാക്കി ഈ പറയുന്ന ഇൻ ബിറ്റ്വീൻ ഏരിയ ഉണ്ടല്ലോ, അതായത് സപ്പോർട്ടിന്റെയും മിഡ് സ്പാനിന്റെയും ഇൻ ബിറ്റ്വീൻ ഏരിയയിൽ അവിടെ ഷിയറിന്റെ എഫക്റ്റും ഉണ്ടാവും, അവിടെ ബെൻഡിങ്ങിന്റെ എഫക്റ്റും ഉണ്ടാവും. അങ്ങനെ രണ്ടിന്റെയും എഫക്ട് കാരണം ഉണ്ടാകുന്ന ക്രാക്സിനെയാണ് നിങ്ങൾ എന്ത് പറയാ? ഫ്ലെക്സുറൽ ഷിയർ ക്രാക്സ്. സോ വാട്ട് എവർ ദീസ് ക്രാക്സ് ആർ, വെറുതെ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അറിഞ്ഞിരിക്കാം. യെസ്, വെറുതെ പറയുന്നതേ ഉള്ളൂ, ഇതും കൂടി അറിഞ്ഞിരിക്കാം. ഈ ക്രാക്കുകൾ നമുക്ക് വേണമെങ്കിൽ ഈ റെഡ് റീജിയനിൽ കാണുന്ന ക്രാക്കിനെ നമുക്ക് എന്ത് പറയാം? Yes, these are the cracks formed due to combination of flexure and shear. That's why it is termed as flexural shear cracks. ഇതും എന്ത് തന്നെയാണ്? ഫ്ലെക്സുറൽ ഷിയർ ക്രാക്ക് ആണ്. ഇതും എന്ത് തന്നെയാണ്? വെയിറ്റ്. ഇതും എന്ത് തന്നെയാകുന്നു? ഫ്ലെക്സുറൽ ഷിയർ ക്രാക്ക് ആകുന്നു. ഇതൊക്കെ 4ാം ക്ലാസ് ആണ്, ആലോചിച്ചറിയാം. ഇതൊക്കെ തലേനെ മോളേത്. യെസ്, അതിന് നമ്മൾ ഫ്ലെക്സുറൽ ഷിയർ ക്രാക്ക് എന്ന് പറയുന്നത്. കുഴപ്പമില്ല. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഇതിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടോ? യെസ്, അതാണ് പോയിന്റ്. ഇന്നത്തെ ഈ സെഷനിൽ ആ റീഇൻഫോഴ്സ്മെന്റിന്റെ എന്തോ ഒരു ഉടായ്പ് പറയാൻ വേണ്ടിയാണ്. നോക്കിയേ, മെയിൻ ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റ് ആണ് വരയ്ക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്നതാണ് മെയിൻ ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റ് അല്ലെ?
ഈ കാണിച്ചിരിക്കുന്നതാണ് മെയിൻ ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റ്, കുഴപ്പമില്ല. ഇൻക്ലൈൻഡ് സിറപ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടിയിരുന്നു, ബട്ട് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ വെർട്ടിക്കൽ സിറപ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് സപ്പോർട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം. അത് സെന്ററിലേക്ക് വരുമ്പോൾ എന്താവും, അതിന്റെ സ്പേസിങ് കൂടും. ക്ലിയർ അല്ലേ? ഇനി സെന്ററിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതാ കണ്ടോ സ്പേസിങ് കൂടിയുണ്ടോ നോക്കി. ലെങ്ത് ഞാൻ കുറച്ച് ലെങ്ത്തിലൊക്കെ വ്യത്യാസമുണ്ട്, എല്ലാം ഒരേ ലെങ്ത് ആയിരിക്കും, അത് വിഷയമുള്ള കേസല്ല, അത് നിങ്ങൾ ആലോചിച്ചറിയാം. ഇതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട സിറപ്സ്. നോക്കിയേ, ഫിഗർ നോക്കൂ, ഇതാണ് പ്രാക്ടിക്കൽ ഫിഗർ എന്ന് പറയപ്പെടുന്നത്. നിങ്ങളെ ബീമിന്റെ ക്രോസ് സെക്ഷൻ ആണ് എടുത്തിരിക്കുന്നത്. അതിന് മുമ്പ് ബീമിന്റെ ക്രോസ് സെക്ഷൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവുമോ? ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല, ബട്ട് ഡൗട്ടുള്ള ആരെങ്കിലും ഉണ്ടാവും. ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല. നോക്കിയാൽ ഞാനൊരു ബീം വരച്ചു കഴിഞ്ഞാൽ ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല, ഉറപ്പുള്ള കാര്യമാണ്. എന്നാലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയണം. ഇതാണ് ബീം. ഇതിന്റെ 3 ഡയമെൻഷണൽ ഫിഗർ എവിടെ പോയി? ഇതിന്റെ 3 ഡയമെൻഷണൽ ഫിഗർ എന്ന് വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. യെസ്, 3 ഡയമെൻഷണൽ ഫിഗർ ആണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. യെസ്, ഫിഗർ എന്നൊക്കെ പറഞ്ഞാൽ മാരക ഫിഗർ ആയിരിക്കും. കണ്ടോ, ബീമിന്റെ 3 ഡയമെൻഷണൽ ഫിഗർ ആണ്. അതിന്റെ യെസ് ആ വ്യൂവും കൂടി കാണിച്ചു. ഏത് വ്യൂ? ആ വ്യൂ. ഇതാണ് അതിന്റെ ലെങ്ത് വരിക, ഉറപ്പല്ലേ? ഈ കാണിച്ചിരിക്കുന്നതായിരിക്കും ബീമിന്റെ ഫുൾ ഡെപ്ത് ഉണ്ടാവുക. ഈ കാണിച്ചിരിക്കുന്നതാണ് ബീമിന്റെ വിഡ്ത്ത് ഉണ്ടാവുക. സ്മോൾ ബി കൊടുക്കുക അല്ലെ, അതെ രസം. സ്മോൾ ബി കൊടുക്കാം. ഏകദേശം ഇതാ നിങ്ങൾ പറഞ്ഞു ഇതാണ് നിങ്ങളുടെ മെയിൻ ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടാവുക, കുഴപ്പമില്ലല്ലോ. ഇതാണ് മെയിൻ ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റ്. അപ്പൊ നിങ്ങൾ ഇതാ ക്രോസ് സെക്ഷൻ വ്യൂ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ 4-5 ഇങ്ങനെ മെയിൻ ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റ് കാണാം. ഇനി നമ്മളിവിടെ ഇങ്ങനെ സിറപ്സ് വരച്ചില്ലേ, എവിടെയായി പോകുന്ന ലൈനൊക്കെ ഇതാ നമ്മളിങ്ങനെ കുറെ സിറപ്സ് വരച്ചില്ലേ, നമ്മളിങ്ങനെ സെന്ററിൽ സ്പേസിങ് കൂടുതലും സപ്പോർട്ടിൽ വരുന്ന സ്പേസിങ് കുറേ സിറപ്സ് നമ്മൾ വരച്ചു. അതെങ്ങനെയാണ് കാണപ്പെടുക? പറയൂ, അതെങ്ങനെ കാണപ്പെടും? ഇവിടെ എങ്ങനെ കാണപ്പെടും? യെസ്, പറയൂ. ഇവിടെ എങ്ങനെ കാണപ്പെടും അത്? യെസ്, ഈ റീഇൻഫോഴ്സ്മെന്റിനൊക്കെ ചുറ്റിയിട്ട് ഇങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സാധനം കാണും, ഇങ്ങനെ വളച്ചു വെച്ചൊരു സാധനം കാണും. ഇതിനാണ് സിറപ്സ് എന്ന് പറയുന്നത്. ദിസ് തിങ് ഈസ് കോൾഡ് സിറപ്സ്. നിങ്ങൾ നോക്കിയേ, ഈ സിറപ്സിനെ നമുക്കിങ്ങനെ ചുറ്റി ഒരു ക്ലോസ് ലൂപ്പാക്കി കൊടുക്കണമെങ്കിൽ താഴെ മാത്രം മതിയോ റീഇൻഫോഴ്സ്മെന്റ്? നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന താഴെയുള്ള റീഇൻഫോഴ്സ്മെന്റുകൾ കൊണ്ട് മാത്രം, താഴെ കൊടുത്തിരിക്കുന്ന ഈ റീഇൻഫോഴ്സ്മെന്റുകൾ കൊണ്ട് മാത്രം ഇങ്ങനെ ഒരു സാധനം ലൂപ്പ് ചെയ്ത് വെക്കാൻ പറ്റുമോ? പറ്റൂല. മുകളിലും കൂടി എന്ത് വേണ്ടി വരും? മുകളിലും കൂടി നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? സിറപ്സിനെ പ്രോപ്പർലി ഹെൽഡ് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ മെയിൻ ഒരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടി വരും. സിറപ്സിനെ ഇങ്ങനെ കറക്കി ഇങ്ങനെ ക്ലോസ് ലൂപ്പ് ആക്കി വെക്കാൻ വേണ്ടി, ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടി, ഒന്ന് ഹെൽഡ് ചെയ്യാൻ വേണ്ടി മാത്രം. പർപ്പസ് എന്താണ്? സിറപ്സിനെ പ്രോപ്പർലി ഹെൽഡ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? നമ്മൾ വേറെ എന്തോ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണ്ടേ? അതിനെയാണ് വേറെ കളർ വരയ്ക്കാം, റെഡ് കളറിൽ വരയ്ക്കാം. സിറപ്സിനെ ഹെൽഡ് ചെയ്യാൻ വേണ്ടി മാത്രം, അവരുടെ ഹെൽഡിങ്ങിന് വേണ്ടി മാത്രം, അവരെ ഒന്ന് പ്രോപ്പർലി കൊടുക്കാൻ വേണ്ടി മാത്രം ഈ കൊടുത്തിരിക്കുന്ന ഈ പ്രഹസനത്തിനെയാണ്, ഈ കൊടുത്തിരിക്കുന്ന ഈ വൈറ്റ് കളർ റീഇൻഫോഴ്സ്മെന്റിനെയാണ് നിങ്ങൾ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ഹോൾഡേഴ്സിന്റെ പർപ്പസ് എന്ന് ചോദിച്ചാൽ, ദേ ആർ പ്രൊവൈഡഡ് ഫോർ ദ എഫക്റ്റീവ് ഹെൽഡിങ് ഓർ ഹോൾഡിംഗ് ഓഫ് സിറപ്സ് ആണ്. ഇംഗ്ലീഷ് നിങ്ങൾക്ക് എങ്ങനെ വേണം എഴുതാം. അതായത് ഞാൻ ഇതിന്റെ ക്രോസ് സെക്ഷൻ വ്യൂ വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക? ഈ സാധനത്തിന്റെ ക്രോസ് സെക്ഷൻ വ്യൂ, അതായത് ഇങ്ങനെ കട്ട് ചെയ്തു, എക്സ് ക്രോസ് ചെയ്തു, എങ്ങനെ ഞങ്ങൾ കാണുക? ക്രോസ് സെക്ഷൻ വ്യൂ വരയ്ക്കൂ. ഹലോ, യെസ്, ഇതാണ്. എന്താ കാണുക നിങ്ങൾ? ക്രോസ് സെക്ഷൻ വ്യൂ വരച്ചാൽ എന്താ കാണുക? എന്ത് കാണും? എന്തെങ്കിലും കാണുമോ? എന്താ കാണുക? താഴെ കുറെ റീഇൻഫോഴ്സ്മെന്റ് കാണാം. വെയിറ്റ്, ആ ഫിഗറും കൂടി നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഇതൊക്കെ ബേസിക് ആയിട്ട് പറയുന്ന ഫിഗറാണ്. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന പ്രതീക്ഷിക്കണം. താഴെ നമുക്ക് എന്ത് കാണാം? ഈ റീഇൻഫോഴ്സ്മെന്റ് 1 2 3 4 കാണുന്നുണ്ടോ? ഈ റീഇൻഫോഴ്സ്മെന്റ് കണ്ടല്ലോ. മുകളിൽ നമ്മൾ വൈറ്റ് കളറിൽ വരയ്ക്കുക അല്ലേ? 2 റീഇൻഫോഴ്സ്മെന്റേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ കൊടുക്കുമ്പോഴേ എന്ത് പോസിബിൾ ആവുന്നുള്ളൂ? ഹലോ, അങ്ങനെ കൊടുക്കുമ്പോഴേ ഇതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് നമുക്ക് സിറപ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലേ അതിന്റെ രസം. താഴെയുള്ള യെല്ലോ കളർ റീഇൻഫോഴ്സ്മെന്റ് ആണ് നിങ്ങൾ മെയിൻ, ഞാൻ ഇനി എഴുതണ്ടല്ലോ, ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഈ പറയുന്ന വൈറ്റ് കളർ സാധനങ്ങളെയാണ് നിങ്ങൾ എന്ത് പറയുന്നത്? ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ റെഡ് കളറുള്ള സാധനം എന്താണ്? സിറപ്സ് ആണ്. ഇതിൽ ഡയമെൻഷൻസ് നോക്കിയേ, അതും അറിയണ്ടാവും. ബേസിക് ആണ്, നമ്മളെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. സോറി, RCCയിലാണ് നമ്മൾ കൂടുതൽ പഠിക്കുക. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ നമ്മൾ ഡയമെൻഷൻ ഒക്കെ പഠിക്കണ്ടല്ലോ. നോക്കിയേ, ഈ മൊത്തം ഡെപ്തിനെ നിങ്ങൾ എന്ത് പറയുന്നു? ദിസ് എൻറ്റയർ ഡെപ്ത് ഓഫ് ദ ബീം ഈസ് ദ ക്യാപിറ്റൽ D. ദാറ്റ് ഈസ് ടേംഡ് ആസ് ഓവറോൾ ഡെപ്ത് എന്നാണ് പറയുക. ഓവർ ബേസിക് ആണ്, മഹാ ബേസിക്സ് ആണ് പറയുന്നത്. ആൻഡ് ഈ പറയുന്ന
മെയിൻ ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റിന്റെ സെന്ററിലൂടെ ഇങ്ങനെ ഒരു ലൈൻ നീട്ടി വരയ്ക്കുന്നു. എന്നിട്ട് മുകളിൽ നിന്ന് ഈ ഒരു ഡെപ്തിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. ആ ഒരു ഡെപ്തിനെ നിങ്ങൾ എഫക്റ്റീവ് ഡെപ്ത് സ്മോൾ ഡി എന്നാണ് പറയാം. ഞാൻ എഴുതുന്ന പോലും ഇല്ല, കാരണം അത്രയും കോമൺ ആയിട്ടുള്ള ബേസിക് ആണിത്. അഥവാ ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ എഴുതി വെക്കുക, ഇതൊരു റിക്വസ്റ്റ് ആണ്. മൊത്തം ഡെപ്തിനെയാണ് ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി. മെയിൻ റീഇൻഫോഴ്സ്മെന്റ്, മെയിൻ ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റിന്റെ സെന്ററിലൂടെ ഒരു ലൈൻ വരയ്ക്കുക, അവിടം വരെയുള്ള ഡെപ്തിനെയാണ് നമ്മൾ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത്. പിന്നെന്ത് പറയാം, ഇതാണ് നമ്മുടെ ഇത് വിഡ്ത്ത് ഓഫ് ദ ബീം എന്ന് പറയുന്നത്. ഓക്കെ, ഫിഗർ കമ്പയർ ചെയ്യുക, നല്ലപോലെ മനസ്സിലാക്കുക. കാണുന്നുണ്ട് യെസ്. ഓക്കെ അല്ലേ, സംഭവം ഓക്കെ അല്ലേ, കളറല്ലേ യെസ്. സോ പ്രാക്ടിക്കൽ ഫിഗർ നോക്കൂ. പ്രാക്ടിക്കൽ നമ്മൾ നല്ലൊരു ഒരു ആനിമേഷൻ ഫിഗർ എടുത്തിരിക്കുകയാണ്. വെറുതെ രസമല്ലേ? യെസ്. ഇവിടെ നോക്കിയേ, ഈ താഴെ കാണുന്ന ഈ ബാറുകൾ, പച്ച ബാറുകൾ, താഴെ കാണുന്ന ഈ പച്ച ബാറുകളെയാണ് നമ്മൾ നേരത്തെ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ പ്രഹസനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റ് എന്നും. അവരെല്ലാം ചുറ്റിക്കൊണ്ട് എന്ത് വേണം? സിറപ്സ് ഇങ്ങനെ കൊടുക്കുക. സിറപ്സ് ഇങ്ങനെ കൊടുക്കണം, ഇങ്ങനെ കൊടുക്കണം. എടാ, ഇങ്ങനെ കൊടുക്കണമെങ്കിൽ മുകളിൽ രണ്ട് ടീം വേണ്ടേ? ഈ രണ്ട് ടീമിനാണ് എന്ത് പറഞ്ഞപ്പോ? ഈ രണ്ട് ടീമിനാണ് നമ്മൾ സിറപ്സ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി സിറപ്സ് ലോഡ് എടുക്കാൻ വേണ്ടി ഒന്നും കൊടുക്കുന്ന ടീം അല്ല, ആണോ? സ്റ്റേറ്റ്മെന്റ് ആണ്, ക്വസ്റ്റ്യൻ ആണ്. ഹോൾഡേഴ്സ് ആർ പ്രൊവൈഡഡ് ഫോർ ക്യാരിങ് ദ ലോഡ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അവരുടെ ഉദ്ദേശം അതല്ല, അവരെടുക്കും എന്നുള്ളത് വേറെ കാര്യം. ഓക്കെ, സ്റ്റീൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്താൽ ലോഡ് അവരെന്താണ് വരുന്ന ലോഡിനെ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ മാറി നിൽക്കൊന്നുമില്ല, അവർ ലോഡ് എടുത്തോളും, അതിൽ സംശയമൊന്നുമില്ല. ബട്ട് അവരുടെ ഉദ്ദേശം, നമ്മൾ കൊടുത്ത ഉദ്ദേശം അതല്ല എന്ന് മനസ്സിലാക്കണം. നമ്മൾ സിറപ്സിനെ പ്രോപ്പർലി ഹെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് ബാറുകളാണ് നമ്മൾ രണ്ട് ബാർ എന്നൊക്കെ എടുത്തു പറയാൻ കാരണം ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഹോൾഡേഴ്സ്? മിനിമം നമ്പർ ഓഫ് ഹോൾഡേഴ്സ് എത്രയായിരിക്കണം? ആലോചിച്ചറിയാലോ എത്രയാണ്? 2 ആണ്. ചോദിക്കുന്ന അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മിനിമം? മിനിമം ഡയമീറ്റർ ഓഫ് ഹോൾഡേഴ്സ്. ആണ്. അങ്ങനെ തന്നെ എഴുതാൻ വേണമെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം, അതിലെ രസം അതാണല്ലോ, പ്രഹസനം. എത്രയാണ്? 10 mm ആണ്. മിനിമം ആണ്. മാക്സിമം നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ കൊടുക്കാം, അത് ബീമിന്റെ സൈസിന് ഡിപ്പെൻഡ് ചെയ്യും. മിനിമം നമ്പർ ഓഫ് ഹോൾഡേഴ്സ് 2 ആണ്. മിനിമം ഡയമീറ്റർ ഓഫ് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് 10 mm ആണ്. ഇത് അറിഞ്ഞിരിക്കണം. ഹോൾഡേഴ്സിന്റെ താഴെ 1, 2, 3, 4 എന്നിട്ട് കുറെ സ്റ്റേറ്റ്മെന്റ് തരും. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഫോർ ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ഹോൾഡേഴ്സ്, വാട്ട് ഈസ് എ മിനിമം നമ്പർ ഓഫ് ഹോൾഡേഴ്സ് എന്നുള്ള രീതിയിലുള്ള പ്രഹസനങ്ങളാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുള്ളത്. സംഭവം ക്ലിയർ ആണോ? യെസ്. സോ സിറപ്സ് പഠിച്ചു, മെയിൻ ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റ് പഠിച്ചു, പിന്നെ ഹോൾഡേഴ്സ് പഠിച്ചു. ഇത് ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം അല്ല. ഇത് ഹെൽഡ് ചെയ്യാൻ വേണ്ടി, സിറപ്സിനെ ഹെൽഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന മുകളിൽ കൊടുത്ത റീഇൻഫോഴ്സ്മെന്റ് ആണ്, ഹോൾഡേഴ്സ് ആണ്. ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിന്റെ ഉദ്ദേശവും അങ്ങനെ മുകളിൽ കൂടി റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്ന സെഷനെയാണ് നമ്മൾ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം എന്ന് പറയുന്നത്. അതിന് കാരണം വേറെ ഉണ്ട്, അതിന് കറക്റ്റായ കാരണങ്ങൾ വേറെ ഉണ്ട്. അത് നമ്മൾ മറ്റൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കാരണം ഇതിൽ കുറച്ചുകൂടി അധികം പോയിന്റുകൾ നമുക്ക് പറയാനുണ്ടാവും. ഓക്കെ അല്ലേ? യെസ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴത്തെ ഈ സെഷൻ ഒന്ന് റിവൈസ് ചെയ്യുക. ഈ സെഷനിൽ നമ്മൾ ഹോൾഡേഴ്സിനെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ആക്ച്വലി വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമ്മുടെ മൊത്തത്തിലെ ക്രാക്ക് ഫോർമേഷൻ എന്ന് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ ഹോൾഡേഴ്സ് വരെ എത്തി നിൽക്കണം. അത്രയും കാര്യങ്ങൾ പറഞ്ഞാലേ അതിനൊരു പൂർണ്ണത എത്തുള്ളൂ. ക്ലിയർ അല്ലേ? സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ടിൽ ദെൻ, താങ്ക് യു.